ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് സ്വാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ നമുക്കൊന്നിനും സമയവുമില്ല. അല്ലാഹ് എത്രയാണ് പഴയ കാലത്തെ ഉമ്മമാരെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? സ്വന്തം വീട്ടിൽ അരിവുണ്ടാക്കിയവരുണ്ട്, കൃഷി ഉണ്ടാക്കിയവരുണ്ട്, ഇനി എവിടെന്നെങ്കിലും കിട്ടിയ അരി ഇടിച്ചവരുണ്ട്, അത് പൊടിയാക്കിയിട്ട് ഭക്ഷണധാന്യങ്ങൾ നിർമ്മിച്ചവരുണ്ട്. ഇങ്ങനെ വെള്ളം അതിവിദൂരതയിൽ നിന്ന് ചുമന്നു കൊണ്ടുവന്നവരുണ്ട്, കിണറ്റിൽ നിന്ന് കോരിയെടുത്തവരുണ്ട്, ഒരു സ്ഥലത്തേക്ക് കിലോമീറ്ററുകളോളം നടന്നുപോയവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ ത്യാഗങ്ങളൊക്കെ സഹിച്ചപ്പോഴും അവർ എത്ര ഖത്മു തീർത്തു, എത്ര പേര് തഹ്ലീലുകൾ ചൊല്ലി തീർത്തു, എത്ര പേര് എത്രയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർത്തത്, എത്ര യാസീനാണ് അവരുടെ ജീവിതത്തിൽ അവർ ചൊല്ലി തീർത്തത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമുക്ക് മിക്സിയുണ്ട്, അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, വെള്ളം കോരിയെടുക്കേണ്ട മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാൽ മതി, വെള്ളം നമ്മുടെ ടാങ്കുകളിൽ സംഭരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ റമളാൻ ശരീഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ഏകദേശം ആവാനാവുകയാണ്, 3 ആഴ്ചകൾ പിന്നിടുകയാണ്. ഇപ്പോൾ റമളാനിൽ ഖുർആൻ ഓതിയ ഉപ്പമാരെ, റമളാനിൽ ഖുർആൻ ഓതിയ ഉമ്മമാരെ, റമളാനിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരെ, റമളാനിന് ശേഷം ഒരു 10 ജുസ് എങ്കിലും തീർന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഒരു 70,000 ദിക്ർ നമ്മൾ ആഖിറത്തിലേക്ക് നമ്മൾ ചൊല്ലിവെച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാനിപ്പോൾ സ്റ്റേജിലിരിക്കുമ്പോ എത്ര മണിക്കാണ് എന്റെ റിട്ടേൺ ടിക്കറ്റ് എന്ന് നോക്കുമ്പോൾ 3:10 റെയിൽവേയിൽ എന്റെ ട്രെയിൻ വന്നു നിൽക്കുന്നത്. ഞാൻ ആ സമയം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ എപ്പോഴാണ് കോഴിക്കോട് എന്റെ ട്രെയിൻ എത്തുക എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. പക്ഷേ ആ ട്രെയിനിൽ പോകേണ്ട ഞാൻ നാളെ രാവിലത്തേക്കുണ്ടാകുമോ? എനിക്കുറപ്പില്ല. എനിക്ക് കോഴിക്കോട് നിന്ന് പോകാനുള്ള വാഹനം ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ പേ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ എത്തുമോ? എനിക്കുറപ്പില്ലല്ലോ. എന്നാൽ എനിക്കുറപ്പുള്ളൊരു യാത്രയുണ്ടല്ലോ. ആ യാത്ര മരിക്കണമെന്ന മരണശേഷമുള്ള യാത്രയാണ്. എനിക്ക് ഖബറിൽ കിടക്കണമെന്ന് ഉറപ്പാണ്. ആ ഖബറിൽ നിന്ന് എന്നെ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുമെന്നുറപ്പാണ്. ആ മഹ്ശറയിൽ ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നുറപ്പാണ്. അവിടെ എന്നെ ചോദ്യം ചെയ്യുമെന്നുറപ്പാ. അങ്ങനെ ഉറപ്പുള്ള എന്റെ നാളത്തേക്ക് വേണ്ടി എന്റെ കയ്യിൽ വല്ല വരുമാനവുമുണ്ടോ? ഉളുഹിയത്ത് അറുക്കുന്ന ഉപ്പമാരുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമുക്ക് ദുനിയാവിൽ കാറുണ്ട്, ബൈക്കുണ്ട്, മറ്റു വാഹനങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ആഖിറത്തിൽ സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഉളുഹിയത്തിന്റെ കന്നെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉളുഹിയത്തിൽ പങ്കാളികളാവാത്തവരുണ്ടാവരുത്. ഒരു ഓഹരിയെങ്കിലും നമ്മൾ പങ്കാളികളാവണം. ഒരു വർഷം കൂടിയാൽ പിന്നെ എല്ലാ വർഷവും കൂടണോ? അങ്ങനെ ഒരു നിയമമില്ല. കഴിയുമെങ്കിൽ ഒരു വർഷം, കഴിയുമെങ്കിൽ 2 വർഷം, അങ്ങനെ കഴിയുന്ന വർഷങ്ങളിലൊക്കെ പങ്കാളിയാവാം. അല്ലാതെ ഒരു വർഷം ചേർന്നതിന്റെ പേരിൽ പിന്നെ 7 വർഷം പങ്കെടുക്കണം എന്നൊരു നിയമമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റബി പരിശുദ്ധമായ ബലി പെരുന്നാളിൽ ഒരു ഉളുഹിയത്ത് കർമ്മത്തിൽ നമ്മൾ പങ്കാളികളാവണം. എന്തിനു വേണ്ടി? നാളെ ഞാൻ ആഖിറത്തിൽ പകച്ചു നിൽക്കുമ്പോ എനിക്കൊരു വാഹനം വേണമല്ലോ. എനിക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം. അതിന് അല്ലാഹു തആല സംവിധാനിച്ചൊരു സംവിധാനമാണ് പരിശുദ്ധമായ ഉളുഹിയത്ത് കർമ്മം. ഞാൻ പറഞ്ഞു
വന്നത്. അങ്ങനെ നമുക്ക് ഉറപ്പുള്ള യാത്രയാണ് പാരത്രിക ലോകത്തേക്കുള്ള യാത്ര. അവിടേക്ക് നമ്മൾ സമ്പാദിക്കാൻ സമയം കണ്ടെത്തണം. ചെറുപ്പക്കാരെ, നമ്മളെ നാവുകൾ എപ്പോഴും സന്തതയെ ചലിച്ചുകൊണ്ടിരിക്കണം. സ്വലാത്ത് ചൊല്ലാത്ത സമയമുണ്ടാവരുത്, ദിക്റുകൾ ചൊല്ലാത്ത സമയമുണ്ടാവരുത്, അതേ നിസ്കാരം കളാക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവരുത്. നമ്മളെ നാവ് കൊണ്ടൊരാളെ കുറിച്ചും കുറ്റം പറയരുത്, കളവ് പറയാൻ വേണ്ടി നാവ് ഉയർത്തരുത്. ഇങ്ങനെ നമുക്കൊരു ജീവിതത്തിന് ചിട്ട വന്നാൽ അതാണ് അല്ലാഹുവിന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ പറഞ്ഞു വന്നത്, സമയം വളരെ ചുരുങ്ങി വരികയാണ്. എത്ര പെട്ടെന്നാണ് സമയം തീർന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിഅമത്തുകൾ. ആ രണ്ട് നിഅമത്തുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പരാജിതരാണ്. ഏതാണ് രണ്ട് നിഅമത്തുകൾ? അസ്വിഹത്തു വൽ ഫറാഗ്. ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് നിന്റെ ആരോഗ്യമുള്ള സമയമാണ്. ഇത് രണ്ടും അല്ലാഹു തആല നിനക്ക് തന്നത്. അല്ലാഹു നമുക്കൊരു പരീക്ഷണമായി തന്നതാണ്. നമുക്ക് രോഗം വന്നാ നമ്മൾ അല്ലാഹുവോട് പറയും, പടച്ചോനെ ഇതെന്തൊരു പരീക്ഷണമാണ്. കടം വന്നാൽ അല്ലാഹുവോട് പറയും, ഇതെന്തൊരു പരീക്ഷണമാണ്. അതേ സാമ്പത്തിക ക്രൈസിസ്, പ്രയാസം വന്നാ പറയും, ഇതെന്തൊരു പരീക്ഷണമാണ്. എന്നാൽ അത് മാത്രമല്ല പരീക്ഷണം, എന്റെ ശബ്ദം അല്ലാഹു തന്ന പരീക്ഷണമാണ്. അതേ എന്റെ ആരോഗ്യം അല്ലാഹു തന്ന പരീക്ഷണമാണ്. ചെറുപ്പക്കാരെ, നമ്മുടെ ഒഴിവ് സമയം അല്ലാഹു തന്ന പരീക്ഷണമാണ്. നമ്മളെ സമ്പത്ത് അല്ലാഹു തന്ന പരീക്ഷണമാണ്. ഇങ്ങനെ അല്ലാഹു തആല തന്ന ഗുണങ്ങളില്ലേ, അത് മുഴുവനും അല്ലാഹു തന്ന പരീക്ഷണമാണ്. എന്തിനാണ് ആ പരീക്ഷണങ്ങൾ അല്ലാഹു തആല നൽകിയത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല, പിന്നെ അത് നിർബന്ധമായും ചെയ്യേണ്ടതല്ലേ. പിന്നെ എന്തിനാണ് അല്ലാഹു തആല ആരോഗ്യം തന്നത്? നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളിൽ ഏറ്റവും നന്നായി നിസ്കരിക്കുന്നത് ആരാണ്? നന്നായി ഖുർആൻ ഓതുന്നവൻ ആരാണ്? നന്നായി നല്ല കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആരാണ്? യബ്ലുവകും അഹ്സനു അമലുകും. അതേ, നിങ്ങളുടെ അമലുകൾ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് ഏറ്റവും നന്നായി ആരാണ് ഇതൊക്കെ നിർവഹിക്കുന്നത് എന്ന് അറിയാനാണ്. അപ്പോൾ അമലുകൾ നിർവഹിക്കുക എന്ന് മാത്രമല്ല.